മയക്കുമരുന്ന് വിപത്തിനെതിരെ കളമശ്ശേരിയിൽ അണിനിരന്നത് 10,000-ഓളം പേർ. മയക്കുമരുന്ന് വിപത്തിനെതിരെ പൊതുബോധമുയർത്താൻ CPIM ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച മനുഷ്യക്കോട്ട കളമശ്ശേരി ഏരിയയിൽ വൻ വിജയമായി. ഇടയ്ക്കിടെ പെയ്ത മഴയെ അവഗണിച്ച് 10,000-ഓളം പേരാണ് അണിനിരന്നത്. ഇടപ്പള്ളി കവല മുതൽ പ്രീമിയർ കവല വരെ, വരാപ്പുഴ, കളമശ്ശേരി സെൻട്രൽ, കടുങ്ങല്ലൂർ ഈസ്റ്റ്, വെളിയത്തുനാട്, കളമശ്ശേരി ഈസ്റ്റ്, ഏലൂർ ഈസ്റ്റ്, ഏലൂർ വെസ്റ്റ്, കരിമാലൂർ, ആലങ്ങാട് വെസ്റ്റ്, ആലങ്ങാട് ഈസ്റ്റ്, കടുങ്ങല്ലൂർ വെസ്റ്റ്, കളമശ്ശേരി വെസ്റ്റ് എന്ന ക്രമത്തിലാണ് കളമശ്ശേരി ഏരിയ കമ്മിറ്റിയുടെ കീഴിലുള്ള ലോക്കൽ കമ്മിറ്റികൾ അണിനിരന്നത്. സമൂഹത്തിലെ വിവിധ വിഭാഗത്തിലെ പ്രമുഖർ പങ്കെടുത്തു. സംഘാടക സമിതി ചെയർമാൻ ഫാദർ ഡോക്ടർ മൽഹിയ ജോഷെ, മാധ്യമപ്രവർത്തകൻ KJ ജേക്കബ്, GCDA ചെയർമാൻ K ചന്ദ്രൻപിള്ള, ഫാദർ കോളിൻസ്, റിട്ടയർഡ് പോലീസ് സൂപ്രണ്ട് ഇല്ലിക്കൽ ഷംസുദ്ദീൻ, എറണാകുളം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഗണേഷ് മോഹൻ, അലിഗഡ് സർവകലാശാല മുൻ രജിസ്ട്രാർ അബ്ദുൾ ജലീൽ, SIFL ചെയർമാൻ ഷെരീഫ് മരക്കാർ, കിലെ ചെയർമാൻ KN ഗോപിനാഥ്, ഏലൂർ നഗരസഭാ ചെയർമാൻ AD സുജിൽ തുടങ്ങിയവർ കുസാറ്റ് കവലയിൽ അണിനിരന്നു. തുടർന്ന് മനുഷ്യക്കോട്ടയോടനുബന്ധിച്ച് സൗത്ത് കളമശ്ശേരിയിൽ നടന്ന പൊതുയോഗം മാധ്യമപ്രവർത്തകൻ KJ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. യാതൊരു കുറവുമില്ല. ഇതൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് 2 ദിവസം കഴിഞ്ഞപ്പോൾ ആ ഗ്രൂപ്പിലുണ്ടായിരുന്ന ഒരാൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു നമ്മുടെ ഗ്രൂപ്പിലുണ്ടായിരുന്ന ഒരാൾ. അപ്പം ഞാൻ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചില്ല, അയാളൊന്നും പറഞ്ഞില്ല എന്ന് ഞാൻ നോക്കിയിരുന്നു. പക്ഷേ പ്രത്യേകിച്ചൊന്നും ശ്രദ്ധിച്ചില്ല. അയാൾ അടിച്ച് കെറുകിയിരിക്കുകയായിരുന്നു. ആ ചെറിയ ഗ്രൂപ്പിൽ ചെറുപ്പക്കാരനാണ്, 26-27 വയസ്സുള്ള ഒരു പയ്യനാണ്, പ്രൊഫഷണലാണ്, പണിയെടുക്കുന്ന ആളാണ്. നമ്മളവിടെ കിടന്ന് ഈ മയക്കുമരുന്നിനെതിരെ വലിയ സംസാരം നടത്തിക്കൊണ്ടിരിക്കുമ്പം ഈ പയ്യൻ അവിടെ അടിച്ച് കെറുകിയിരിക്കുകയായിരുന്നു. നമ്മൾ സംശയിക്കാൻ സാധ്യതയില്ലാത്ത സ്ഥലങ്ങളിൽ മയക്കുമരുന്ന് അതിഭീകരമായി കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. കേന്ദ്ര സർക്കാർ ഇത് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും നമ്മൾ കാണേണ്ട കാര്യം, ശ്രീ MP രാജേഷിന് ഒരു അഭിമുഖത്തിൽ ഞാനിത് അദ്ദേഹത്തോട് ചോദിച്ചു, സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുന്നുണ്ടോ? അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നത് സംസ്ഥാനത്തെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ എന്തിനാണ് ഈ മനുഷ്യക്കോട്ട ഇന്ന് സൃഷ്ടിച്ചത് എന്നുള്ളൊരു ചോദ്യം വരുന്നത്. ഈ കോട്ടയിൽ നിന്നുകൊണ്ട് നമ്മൾ ഇന്ന് നികത്താൻ ശ്രമിച്ചത് മയക്കുമരുന്നിനെതിരെയുള്ള യുദ്ധത്തിലെ വലിയൊരു വിടവാണ്. CPIM സംഘടിപ്പിച്ച മനുഷ്യക്കോട്ട മയക്കുമരുന്നിനെതിരെയുള്ള യുദ്ധത്തിലെ വിടവ് നികത്താൻ സഹായിക്കുമെന്നും സ്വന്തം മക്കൾക്ക് വേണ്ടി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ജാഗ്രതയാണ് ഇതെന്നും മാധ്യമപ്രവർത്തകൻ KJ ജേക്കബ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. സംശയിക്കാൻ സാധ്യതയില്ലാത്ത ഇടങ്ങളിൽ മയക്കുമരുന്ന് വേരുപിടിപ്പിക്കുന്ന അവസ്ഥയാണ്. മയക്കുമരുന്നിനെതിരെയുള്ള പോരാട്ടം, സാക്ഷരത, ജനകീയാസൂത്രണം തുടങ്ങിയവയ്ക്ക് ശേഷം ജനകീയമായി ഏറ്റെടുക്കേണ്ട പ്രവർത്തനമാണ്. മനുഷ്യക്കോട്ട ഇതിനുള്ള തുടക്കമാകണമെന്നും ജേക്കബ് പറഞ്ഞു. മനുഷ്യക്കോട്ട സംഘാടക സമിതി ചെയർമാൻ ഫാദർ ഡോക്ടർ മൽഹിയ ജോഷെ അധ്യക്ഷനായി. മയക്കുമരുന്നിനെതിരെയുള്ള പ്രവർത്തനങ്ങൾക്കായി സർക്കാർ മുൻകൈയെടുത്ത് പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നു എന്നതിൽ ആശ്വാസമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. തുടർന്ന് GCDA ചെയർമാൻ K ചന്ദ്രൻപിള്ള, അലിഗഡ് സർവകലാശാല മുൻ രജിസ്ട്രാർ അബ്ദുൾ ജലീൽ, SFIL ചെയർമാൻ ഷെരീഫ് മരക്കാർ, കിലെ ചെയർമാൻ KN ഗോപിനാഥ്, CPIM ഏരിയ സെക്രട്ടറി KB വർഗീസ്, DYFE ജില്ലാ സെക്രട്ടറി AR രഞ്ജിത്ത്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ VM ശശി, MK ബാബു, VS സക്കീർ ഹുസൈൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബോക്സ് ലൈവിന് വേണ്ടി സനൂപ് കളമശ്ശേരി.